കല്യാണമ്മ കല്യാണം കല്യാണമ്മ കല്യാണം. അങ്ങനെ കാത്തിരുന്ന കല്യാണം ഇവിടെ എത്തി. നാളെയാണ് കേട്ടാ. ഞങ്ങള് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഡാൻസ് കണ്ടില്ലേ? ഷീജ നിക്കണു. നാളെ വരില്ലേ? നിന്നെ പിടിച്ചോണ്ട് ചെയ്തില്ലേലും സുന്ദരിയാണ്. എന്തിനാ മേക്കപ്പ്? പൊന്നും കുടത്തിന് എന്തിനാണ് പൊട്ട്? നാളെ വരില്ലേ? നാളെ മേക്കപ്പ് ചെയ്തിട്ട് വാ. ചേട്ടാ തോട്ടിലേക്ക് വീഴണ്ട. അപ്പൊ നമ്മള് 6 സഹോദരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ സരിത? ഓർമ്മയില്ലേ? ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ളത്. അതൊരു ഭയങ്കരമായൊരു വീഡിയോ ആയിരുന്നു, ഒരു ചരിത്ര വീഡിയോ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇന്നിപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുങ്ങുന്ന താമരശ്ശേരി തറവാട് കുടുംബം, അതായത് വീടുകളിൽ നിന്ന് കാണിക്കുമെന്ന് നമുക്ക് കുറേ കമൻറ്റ് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കല്യാണച്ചക്കൻ്റെ വീട് എങ്കിലും ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതങ്ങനെ കാണിക്കാൻ മാത്രം ഒന്നുമില്ല. പകലത്തെ ലുക്കാണ് ഇങ്ങനെ. ഇപ്പോൾ ഒരു 5 മണി 6 മണി സമയമായിട്ടുണ്ട്. ഇനി സജീവൻ്റെ വീടൊക്കെ ഒന്ന് കാണിച്ചില്ലേ? അതൊക്കെ അതേ ആ ഫെൻസിങ് അതെല്ലാം അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ പെയിൻ്റ് അടിച്ചു കൂട്ടാ. പെയിൻ്റ് അടിച്ച് പിന്നെ ആ താഴെ ഇട്ടിട്ടുള്ള ഇൻ്റർലോക്ക് ഇല്ലേ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതുമ്മിലും പെയിൻ്റ് അടിച്ചു. ആ തറ ഒക്കെ പെയിൻ്റ് അടിച്ചു. ഒരു ക്ലാസ് ലുക്കായിട്ടുണ്ട് പാപ്പൻ്റെ അവിടെ. ബാക്കിയുള്ള വീടുകൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത നമുക്ക് എന്നിട്ടെന്നറിയോ? എന്തുട്ടാ അല്ല ഇവിടെ നമ്മള് കല്യാണം നടത്തുന്നത് നമ്മുടെ ഈ വീടിന്റെ ഇതിൽ തന്നെയാണ്. നമുക്കൊരു ഹാൾ അന്വേഷിച്ച് ഒരു ഹാൾ അന്വേഷിച്ച് പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അത് ഭാഗ്യാണ്. ഇവിടെ ഹോള് വേണ്ട, നമ്മളിത് ഒക്കെ അത് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നമ്മുടെ പിള്ളേര് ഇരിക്കണമെന്ന് കാണാൻ ഭയം. കല്യാണ ചെക്കൻ്റെ വീട്, ചെറിയാൻ്റെ വീട്. ഇത് മണിക്കുട്ടനാണ്, നമ്മുടെ വലിയേട്ടന്റെ മോള് ഇന്ദുലേഖയുടെ മകനാണ് മണിക്കുട്ടൻ. മണിക്കുട്ടന്റെ ശരിക്കുള്ള പേരെന്തിട്ടായിരുന്നു? ശ്രീരാമിന് ആക്ഷൻ സോങ്ങിൽ ഇപ്രാവശ്യം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? അത് സെക്കൻഡ് എന്തിലാ കിട്ടിയേ? ഏതായിട്ട് ആക്ഷൻ സോങ്? അത് ഇംഗ്ലീഷും മലയാളം? അതൊന്ന് കാണിച്ചെന്നേ, അമ്മാമ്മക്ക് കാണിച്ചെന്നേ. ഞങ്ങളൊക്കെ അമ്മാമ്മ ചാച്ചനാ. ഏതിന് ചൂടുണ്ടല്ലോ എന്തുവാ? കുഴപ്പമില്ല അല്ലേ? ഇത് ഉള്ളതാ? ഒന്ന് കാണിച്ചു. ഫസ്റ്റ് കിട്ടിയ സോങ് ഒന്ന് കാണിച്ചേ, കാണട്ടെ. കാണിച്ചോ? അയ്യോടാ മറന്നുപോയി. ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം, ചിറകൊടിഞ്ഞ കുരുവിക്കൊരു നാളിലൊരു മോഹം. പറക്കണം പറന്നുയരണം പടിപ്പറന്ന് പറന്ന് പോകണം, പറക്കണം പറന്നുയരണം പടിപ്പറന്ന് പറന്ന് പോകണം. ശിഷ്ടതാവൻ ദൈവത്തോട് കുരുവി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ശിഷ്ടതാവൻ ദൈവത്തോട് കുരുവി കരഞ്ഞ് പ്രാർത്ഥിച്ചു. പറക്കണം പറന്നുയരണം പടിപ്പറന്ന് പറന്ന് പോകണം, പറക്കണം പറന്നുയരണം പടിപ്പറന്ന് പറന്ന് പോകണം. ദൈവത്തിൻ കരുണയായി പുതുചിറകു കിട്ടി കുരുവിക്ക്, ദൈവത്തിൻ കരുണയായി പുതുചിറകു കിട്ടി കുരുവിക്ക്. പറക്കുന്നേ പറന്നുയരുന്നേ പടിപ്പറന്ന് പറന്ന് പോകുന്നേ, പറക്കുന്നേ പറന്നുയരുന്നേ പടിപ്പറന്ന് പറന്ന് പോകുന്നേ, പറക്കുന്നേ പറന്നുയരുന്നേ പടിപ്പറന്ന് പറന്ന് പോകുന്നേ. സെക്കൻഡ് കിട്ടിയില്ലേ? ഓക്കെ. ഇനി ശ്രീദേവിയായോ? ചിന്നു മണിക്കുട്ടന്റെ ചേച്ചി. നീ ഒന്നും അവതരിപ്പിക്കണ്ട. ചിന്നു ഒരു കലാപ്രതിഭയാണ് കേട്ടാ. ഏതൊക്കെ ഐറ്റംസിലാണ് പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ? കവിത, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, കഥാരചന, ഉപന്യാസരചന, കവിതാരചന, ഇതിലെല്ലാത്തിലും ഫസ്റ്റ് വാങ്ങിച്ചു. അപ്പൊ ഇവിടെ കലാപ്രതിഭ എന്ന് വിളിച്ച് പോരാ, വേറെ എന്ത് പേരെ വിളിക്കേണ്ടത് എനിക്ക് അറിയില്ല. മാപ്പിളപ്പാട്ട് ഒരു രണ്ടുപേരും രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളൊക്കെയാണ്. ഇന്ദുവിന്റെ വീട് തികയില്ല. ഇന്ദുവിന്റെ 2 പിള്ളേരാട്ടോ. നമ്മുടെ വലിയേട്ടന്റെ മകളാണ് ഇന്ദുലേഖയുടെ 2 പിള്ളേരാണ് ഇവര്. ശ്രീദേവി എന്നാണ് ഇവളുടെ ശരിക്കും പേര്, ചിന്നു എന്നാണ് വിളിക്കാം. മാപ്പിളപ്പാട്ട് പഠിച്ചോ?
2 വരി മതി. ഏതറിയുന്നത്? റെസിറ്റേഷനില്ലേ, മലയാള റെസിറ്റേഷൻ ഏത് കവിത ചൊല്ലിയ? ഇല്ലേ ചൊല്ലി അവൾക്ക് നാണം വന്നു. ഇയാളപ്പൊ സ്റ്റേജിൽ എങ്ങനെയൊക്കെ കേറിയിട്ട് സമ്മാനം കിട്ടിയേ? ഇനി ഇവരുടെ അമ്മ ഇന്ദുവിനെ കാണണ്ടേ? ഇതാണ് ഇവരെ 2 പേരെയും പ്രസവിച്ച ആ ദിവ്യ മാതാവ് ഇന്ദുലേഖ. എന്നെ കൊണ്ട് ഇത്രയ്ക്ക് പറ്റുള്ളൂ. കണ്ട ഇന്ദു ട്ടാ. പിന്നെ ആരാ? പിന്നെ നമ്മുടെ മിന്നു ഉണ്ട് ഇവിടെ. മിന്നുവിനെ എന്തിട്ടില്ലായിരുന്നു? മിന്നു എന്തിട്ടില്ല പങ്കെടുത്തേ? റെസിറ്റേഷനിൽ പങ്കെടുക്കാറുണ്ടല്ലോ മലയാളം കവിത ഇല്ലേ? പണ്ടായിരുന്നു. പണ്ട് പറയാനായിട്ട് വിളിക്ക് 19 വയസ്സായി. മാപ്പിള പാട്ട് പടക്കി മറന്നാ? അപ്പോ മിന്നു മറന്നു. പിന്നെ പൊന്നൂസ് ഡാൻസിന്റെ ആളാണ്. പൊന്നൂസിന്റെ ഡാൻസ് നമ്മൾ നാളെ കാണും. ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഡാൻസ്. പൊന്നൂസിന്റെ ഡാൻസ് ഞങ്ങളുടെ മൊത്തം എല്ലാ പെണ്ണുങ്ങളും കൂടിയിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ഒക്കെ നാളെ കാണാം. എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു. ഭയങ്കര പ്രാക്ടീസാ 2-3 ദിവസമായിട്ട് ഞങ്ങൾ എല്ലാ പെണ്ണുങ്ങളും. വെള്ളിയേച്ചിയില്ല കേട്ടാ, വെള്ളിയേച്ചീനെ വിളിച്ചിട്ട് വരുന്നില്ല. വെള്ളിയേച്ചി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. പിന്നെ ചെറുേട്ടൻ്റെ വീടൊക്കെ ദേ ഇവിടെയൊക്കെ മാലബൾബ് ഇടുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാവില്ല. കുറച്ചും കൂടി കഴിഞ്ഞാൽ ലേറ്റ് ഇടും. പിന്നെ നോക്കി ഇതൊക്കെ നോക്കിയേ. വണ്ടി ജഗ്ഗു വണ്ടി. ഇനി ഈ വിശാലമായ സ്ഥലത്താണ് സ്റ്റേജ് സെറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് ആദ്യം നടക്കാം. ഭക്ഷണത്തിന്റെ കൗണ്ടറുകളൊക്കെ ഈ അനിലൻ ചേട്ടന്റെ വീടിന്റെയും ചെറുേട്ടന്റെ വീടിന്റെയും ഇവിടേക്ക് വരും. ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കും. ഫുഡ് കൗണ്ടറുകളാന്ന് തോന്നുന്നുണ്ട് പറഞ്ഞത്. ഇവിടേക്ക് ഇങ്ങനെ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടുള്ള ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് എന്ന് പറയുന്നത് റാമ്പ് സ്റ്റേജാണ്. റാമ്പ് ഇതാണ് കേട്ടോ, റാമ്പ് പോലത്തെ സ്റ്റേജ് കേട്ടാ. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നല്ല വിശാലമായിട്ട് ഇവിടെയൊക്കെ സരിതൊക്കെ നാളെ ഡാൻസ് കളിക്കും. എങ്ങനെ കളിക്കുന്നത്? അങ്ങനെയൊന്നല്ല എന്തായാലും. കയറുവാ? കയറി വേണ്ട. പിന്നെ ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ട് കണ്ടത്. ഇവിടുത്തെ ലൈറ്റുകൾ കണ്ടത് ഇങ്ങനത്തെ പണ്ടത്തെ ഇതെന്തുട്ട് ബൾബാന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ പേര്. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കത്തിക്കും. ഇന്ന് കത്തിക്കില്ല, ഇന്ന് വൈകുന്നേരം കത്തിക്കും. ട്രയൽ നടത്തും. തലേദിവസം കത്തിക്കണ്ടേ? പിന്നെ കസേരകൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ അനിലൻ ചേട്ടന്റെ വീട് ശരിക്കും മറഞ്ഞു പോയി. അനിലൻ ചേട്ടന്റെ വീട് നമ്മുടെ മഹേഷ് ശിവയും കൂടിയിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പെയിന്റിങ് തീർത്തു. ചുറ്റുപാടും മാത്രട്ടാ. കാരണം അത് ഇത്തിരി കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നേ. 2017 അവർ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അനിലൻ ചേട്ടൻ അവസാനമായിട്ടേ. അപ്പോൾ എത്ര കൊല്ലം 5-8 കൊല്ലായില്ലേ. അപ്പം അത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെന്തേ അടിപൊളിയാക്കി അവർ കൊടുത്തിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയാക്കി വീടിന് പെയിന്റൊക്കെ അടിച്ച്. അല്ല ചേട്ടാ അവിടെ നനയ്ക്കാണ്. ഒരു വലിയ വിളക്ക്. വിളക്ക് കത്തിക്കില്ലോ ഇപ്പോ. വിളക്ക് പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കി. ഇവിടെ എന്താ പറയാ, പ്രഷർ പമ്പ് എടുത്തിട്ട് അഴുക്ക് കളയാനേ പറ്റുള്ളൂ. പിന്നെ മറ്റേ എന്താ പറയാ, പെയിന്റ് അടിക്കാൻ സമയം ഇല്ല. അവർ ചുറ്റും ഭംഗിയാക്കി കൊടുത്തു. ഉള്ളു അടിക്കാൻ ഇനി കല്യാണം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച തൊട്ട് വരും. അങ്ങനെയാണ് പകലത്തെ വ്യൂ. ഇനി അല്ല DJ നടക്കുന്ന സ്ഥലം കാണിച്ചു. മാവിന്റെ അടിഭാഗത്ത് സ്റ്റേജ് പോലത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. DJ സഞ്ജയ് സുവർണ. ശരിക്ക് ഭയങ്കര രസാട്ടാ. ഇവിടെ വീട്ടിലാക്കുമ്പോഴുള്ള ഒരു പ്രത്യേക ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ആഘോഷം വന്നൊരു ഫീല് കിട്ടും. ഹോളിലാവുമ്പോ ഇതൊന്നുമില്ലല്ലോ, ഉണ്ടാവില്ല വീട്ടില്. നമുക്കിപ്പോ ഈ സ്ഥലം ഇങ്ങനെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് പറ്റണു ഇതൊക്കെ ചെയ്യാനായിട്ട്. വീടുകളിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇതൊക്കെ. ഇവിടെയാണ് DJ പാർട്ടി. DJ മ്യൂസിക് ഉണ്ടല്ലോ, ലാസ്റ്റ് ഒരു ഡാൻസ് ഇതൊക്കെ പരിപാടിക്ക് ഉണ്ടാവും. അതിന് അവർക്ക് ഇരിക്കാനുള്ള ഇത് സെറ്റായി വെക്കേക്കണതാണ് ഇത്. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. DJ ഡാൻസ് ഒക്കെ ആവുമ്പോ മറ്റേ എന്താ പറയാ ലൈറ്റ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ലൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇടും. അപ്പൊ ലൈറ്റ് ഇട്ടായി തുടങ്ങി. കുറച്ചുകൂടി നല്ല ഇരുട്ടാകുമ്പോ ലൈറ്റുകളൊക്കെ ഇടും. അപ്പൊ നമുക്ക് വന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ഇന്നിപ്പോ തലേദിവസം ഇവിടെ കാര്യമായിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമുള്ളൂ പരിപാടി. നാളെ മൊത്തം ഫംഗ്ഷൻ. നാളെ ഇരിഞ്ഞാലക്കുടയ്ക്ക് ഞങ്ങൾ രാവിലെ പോവും. പിന്നെ അത് കഴിഞ്ഞാൽ 5 മണി മുതൽ പോവാന്ന് പറയില്ലേ, അത് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 5 മണി തൊട്ടാണ് ഇവിടുത്തെ ഞങ്ങളുടെ മേളം.
സരിത ഡാൻസ് കളിക്കും. കടമിഴിയിൽ കമലദളം കവിളണയിൽ സിന്ദൂരം. ആൾക്കാര് കാണുന്നു. ഇത് കൺമണി വരുന്നുണ്ട്. കൺമണിയുടെ എന്തിട്ടുള്ള നാളെ പരിപാടി? കൺമണി മിന്നും കൂടിയിട്ട് ഡാൻസ് ഇല്ലേ? ഏത് പാട്ടിന്റെ ഡാൻസാ? ഏതാപ്പാ? ഡാൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ? പാട്ട് ഏതാന്ന് അറിയില്ലേ? എന്നാ ഒരു വേറെ ഏതെങ്കിലും അറിയണോ ഒരു പാട്ട് പാടിയേ? അറിയില്ല, അതും അറിയില്ലേ? ഇതാണ് നമ്മുടെ ജിത്തിന്റെ മോള് കൺമണി. ജിത്ത് അറിയാം എന്നാ പറഞ്ഞേ. അയ്യോ അമ്മാമ്മ കേട്ടത് അറിയില്ല എന്നാ. ചുമയാണോ? ആ കസേരയിൽ ഇരുന്നിട്ട് പാടാനാണോ പോണേ? ആ ശരി, മുങ്ങണില്ലേ? ഇങ്ങനെ ഇവിടെ ഒരു കല്യാണം നടക്കുന്നത് പോലും അറിയാത്തൊരു പാവം വീട് ദേ ഇവിടെ, നമ്മുടെ വീട്. ഒരാളുമില്ല, എനക്കുമില്ല, ഒന്നുമില്ല. നമ്മുടെ കാറായാലും ബൈക്കായാലൊക്കെ ഇന്നലെ തന്നെ സജീവൻ്റെ അവിടെ കൊണ്ടുവന്നിട്ടു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇങ്ങോട്ട് കടക്കണ വഴിയിൽ തന്നെയാണ് ഡിജേരെ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണം റൂട്ടിൽ. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി ഒന്നും ഇങ്ങോട്ട് കടത്താൻ പറ്റില്ല. അപ്പം അതിന് മുന്നേ അവിടെ കൊണ്ടുവന്നിട്ടു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കടയ്ക്കും. പിന്നെ അവിടെ മറ്റേ അടിയിലൊക്കെ റെഡ് കാർപ്പറ്റൊക്കെ ആകെ വിരിക്കും. അപ്പോൾ തീരെയും വണ്ടിയും ഇതൊന്നും കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട് നമ്മൾ ഭംഗിയാക്കി ഇട്ടു, പെയിന്റിംഗ് ഒക്കെ ചെയ്തു. അവിടേക്ക് എല്ലാവരും വരുമെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ നാളെ ഇപ്പോൾ ഈ നേരത്താണല്ലോ പരിപാടി. ഈ നേരത്ത് ഇപ്പോൾ ഒരു ഇരുട്ടായി തുടങ്ങില്ലേ. അപ്പോൾ ഈ വരുമോന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഭംഗിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റൊക്കെ അടിച്ചു. അതന്നെ. കണ്ടില്ലേ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ. ഞാൻ വരുന്ന അടിയിൽ കാർപ്പറ്റ് വിരിക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലുള്ളവർ പിന്നെ ചെറിയേച്ചിയുടെ വീട്ടിലുള്ളവർക്ക് മാത്രം തലേദിവസം ക്ഷണമുള്ളൂ. എന്നിട്ടും ഇവിടെ ഒരാളുണ്ട്. ആ ആൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കും. അതാരെന്നറിയോ? നമ്മുടെ സീമ ചേച്ചിക്ക് 2 ആങ്ങളമാരുണ്ടായിട്ട് ഒരാങ്ങളെയാണ് ഇത് രഞ്ജും ഭാര്യയും പിള്ളേരും. ഇവരെ മാത്രമാണ് ചെറിയേട്ടൻ തലേ ദിവസം ക്ഷണിച്ചിട്ടുള്ളത്. പുറത്തുനിന്ന് ഒരേ ഒരാള്. പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞങ്ങളുടെ ആരും വീട്ടിൽ ആരെയും വിളിച്ചിട്ടില്ല കേട്ടാ. അതെന്താ കാരണം എന്ന് നമുക്ക് ചെറിയേട്ടനോട് തന്നെ ചോദിക്കാം. ചേരേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വരൂ. ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. ചെറിയേട്ടൻ രഞ്ജുനെ മാത്രം തലേദിവസം എന്തുകൊണ്ട് വിളിച്ചു? ഇതൊരു ആഘോഷം കൂടി അതാണ് മെയിനായിട്ട്. അപ്പൊ പിന്നെ അങ്ങനെ അതുകൊണ്ട് എന്നോട് കൂടി വരാൻ പറഞ്ഞു. രഞ്ജു ഷാർജലല്ലേ? കുവൈറ്റ്. രഞ്ജു കുവൈറ്റിലാണ് കേട്ടോ. എന്നാ വന്നത്? ഞാന് ക്രിസ്മസിന്റെ 26-ാം തീയതി 26-ാം തീയതിയാണ് വന്നത്. അപ്പോൾ നാട്ടിൽ വന്ന സമയത്താണ് ഒറ്റ കല്യാണങ്ങളും ഇല്ല അല്ലേ?
നമ്മള് അവിടെയുള്ള സമയത്താണ് എല്ലാ ആഘോഷങ്ങളും എല്ലാ കല്യാണവും ആഘോഷങ്ങളും ഒന്നുമില്ല. അപ്പൊ അതില് പാവം തോന്നിട്ട് ചേച്ചിയിലടിക്കാന്നാണ് മെയിനായിട്ട്. വന്നിട്ടില്ലേ? വന്നിട്ടില്ല. പ്രാവശ്യം വന്നിട്ടില്ലേ? ഒരു ദിവസം ഉച്ചയ്ക്ക് വന്ന് പോയി. കല്യാണമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭക്ഷണം ഫ്രീ കിട്ടും. എല്ലാം ഫ്രീ. എല്ലാം ഫ്രീ ആണ്. ഭക്ഷണം മാത്രമല്ല ഫ്രീ. എല്ലാം ഫ്രീ. അപ്പൊ അങ്ങനെ രഞ്ജു ട്ടാ, ഇതാണ് രഞ്ജു. രഞ്ജുവിന്റെ ഭാര്യ ഉണ്ട്, ബിനി ഉണ്ട്. ബിനി അവിടെ അല്ലജാന്റെ വീട്ടിലുണ്ട്. പിന്നെ പിള്ളേര് ദേ ഇവിടെ അവിടെ ഇവിടെ കേട് നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ആഘോഷം മൂടായില്ലോ ഇപ്പൊ. ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ അല്ലേ? എന്തിട്ട് തോന്നണേ ലൈറ്റിംഗ് ഒക്കെ കണ്ടിട്ട്? പ്രത്യേകിച്ചൊന്നുമില്ല. കല്യാണത്തിന്റെ ഒരു മൂഡ് തുടങ്ങിയില്ലേ. ഇനി കൂടുതലാവണെങ്കിൽ ചെയ്തിട്ടുള്ള ടീം എന്ന് പറയുന്നത് ഒരു ഈവന്റ് മാനേജ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചേക്കാണ്. എല്ലാം ഫുഡ് അടക്കം എല്ലാം അവരെ ഏൽപ്പിച്ചേക്കാം. അപ്പോൾ നമ്മളൊന്നും അറിയണ്ട. അപ്പോൾ ഐഗ എന്നാണ് കേട്ടോ അവരുടെ പേര്. ഐഗ. അവർ തൃശ്ശൂരാണ് മെയിൻ അവരുടേത്. പിന്നെ ആലപ്പുഴ, കൊച്ചിയൊക്കെ അവർക്ക് ബ്രാഞ്ച് ഉണ്ട്. ഇത് ഇവിടുത്തെ ലൈറ്റുകൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത് അറേഞ്ച്മെൻറ്റുകൾ ഇവിടെ സ്റ്റേജ് ഡെക്കറേഷൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ പ്ലാൻസ് അത് ഒറിജിനൽ പ്ലാൻസ് വെച്ചിട്ടാണ് സ്റ്റേജ് ഡെക്കറേഷൻ അല്ലേ? ഇതൊക്കെ ഒറിജിനൽ പ്ലാൻസ് ആണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല. ഇത് സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയിട്ട് അവർ ഇത് ഓരോന്നിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോയിൽ കാണിക്കുമെന്ന് ചോദിച്ചിട്ട് ഇതേ കൺമണി നോക്കി എടുത്തു കൊണ്ടുവരുന്നത് ആരെയാ നോക്കിയേ? 2 മുയൽ കുട്ടികൾ. ഹായ് അച്ചടാ നോക്കിയേ. ഇത് ഇന്നല്ലേ വാങ്ങിച്ചേ? ഇന്നലെ മിനിഞ്ഞാന്ന്. അപ്പൂല്ലേ വാങ്ങിച്ചത്? അപ്പൊ തത്തമ്മേനെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് തത്തമ്മേനല്ല കിളീനെ വാങ്ങണം എന്ന് പറഞ്ഞു പോയതാ. എന്നിട്ട് കിളീനെ വാങ്ങിച്ചു. എന്നിട്ട് കിളി എവിടെ? പുത്തൂര്. ഇതിന് മാത്രം കിട കൊണ്ടുവന്നു. പേരിട്ടതിന് ഇല്ല, ഇനി പേരിടണം അല്ലേ? ഇന്നലത്തെ വെച്ച് ഓടിപ്പോവോ? ഭയങ്കര ഓട്ടായി. അതെ. അച്ചോ അട്ടളിരിക്കണോ നോക്കിയേ. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പുത്തൂരുണ്ടല്ലോ കാളി എന്ന് പറഞ്ഞിട്ട് ദുത്തറാൻ പോകുന്ന വലിയ എന്തുട്ടാ ചേട്ടാ നായരെ പേര്? എന്ത് ഇനത്തിൽ പെട്ടതാ? ഫിലാബ്രസീലിയ എന്ന് പറയണ ഒരു തരം നായയാണത്. കാളി എന്നാണ് അവളുടെ പേര്. ഇത്രയുണ്ട്, കണ്ടാൽ തന്നെ നമ്മൾ വിറയ്ക്കും. ഇവളതിന്റെ വായലൊക്കെ കൈയിടും. ഇവൾക്ക് ഒരു പേടിയില്ല. ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. പിന്നെ ബ്ലൂസി മറ്റേത് ഡാൽമേഷൻ അല്ലേ? അങ്ങനെ 2 പേര് അവിടെ ഉണ്ട്. ഡാൻസ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ വെറുതെ ഒരു രസത്തിന് ചെയ്യണതാണ് കേട്ടോ. പക്ഷേ ഇവിടെ പ്രൊഫഷണലായിട്ട് അടിപൊളിയായിട്ട് കളിക്കണ 2 കുട്ടികൾ ആണ് മെയിനായിട്ടുള്ള നമ്മുടെ ഡാൻസിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ പൊന്നൂസും നമിതിയാണ്. അവർ 2 പേരും വെറുതെ ഹൈപ്പ് അധികം കൊടുക്കണ്ടേ? അധികം ഹൈപ്പ് കൊടുക്കണ്ടെന്നാണ് അവർ പറയണത്.
ഞങ്ങളുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഞങ്ങൾ 3 പേരുണ്ട്. രാഗി ഉണ്ട്, ഇന്ദു ഉണ്ട്, പ്രസിദ്ധേച്ചി ഉണ്ട്. ഞങ്ങൾ 4 പേരും ഫ്രണ്ടിലാട്ടാ നിൽക്കുന്നുണ്ടാവുക. പിന്നെ ബാക്കിൽ ചെറിയേച്ചി, സീമ ചേച്ചി, സ്മിതേച്ചി, കണ്ണാടി 4 പേര് ബാക്കിൽ. അങ്ങനെ 8 പേര് കൂടിയിട്ടായിരിക്കും ഞങ്ങളുടെ ഡാൻസ്. ഇപ്പോൾ ഞങ്ങൾ 3 പേര് അവൈലബിൾ ആയിട്ടുള്ളവരെ കൊണ്ട് കളിപ്പിക്കുകയാണ്. പ്രസിദ്ധേച്ചി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആൾ ഭയങ്കര ഡാൻസറാണ്, മോഹിനിയാട്ടം ഒക്കെ അറിയണതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഞങ്ങൾക്ക് കുറേ പ്രാക്ടീസ് അല്ല, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരൊക്കെ ഡാൻസ് കളിക്കണവരാ, വലിയ കുഴപ്പമില്ലാണ്ട് അല്ല. അതെ, ഓക്കെ. അപ്പം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്. നമുക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് എത്തി. ഇനി ചേട്ടൻ വീഡിയോ എടുക്കാൻ വരുമെന്ന് എനിക്കറിയില്ല. ഇനി ചേട്ടൻ്റെ ഫുൾ ശ്രദ്ധ അങ്ങടായിരിക്കും. ഈ വണ്ടിയിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിനി. ഡാൻസ് കളിച്ച് ഞങ്ങൾ തളർന്നു.